എന്താണ് മണിയൂർ തിരുമേനിയായിട്ട് ഇത്ര ഒരു എല്ലാം അറ്റാച്ച്മെന്റ്? നഷ്ടപ്പെട്ട് മൂകാംബിയിൽ ഒരു 117 ദിവസം ഭജനായിരുന്നു. അവിടുന്ന് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ വീട്, അതെന്താണ്? കൊറിയർ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അസറ്റ്സുകളെല്ലാം പോയി. എന്ത് സംഭവിച്ചു? അത് ഞങ്ങൾ ഫാമിലി തന്നെ എല്ലാവരും കൂടെ ആയിരുന്നു അത് നടത്തിയത്. അത് നഷ്ടത്തിലായി. ഒരു 10 ലക്ഷം രൂപ തലയിൽ കെട്ടി അന്നത്തെ കാലത്ത് ഞാൻ പോകുന്നത് മൂകാംബിയിൽ. പക്ഷെ എനിക്കറിയായിരുന്നു എൻ്റെ കയ്യിൽ ഒരു വസ്തു തന്നിട്ടുണ്ട് ഭഗവാൻ. അത്രയും പഠിച്ചിട്ടുണ്ടല്ലോ പാട്ട്. എന്നല്ലെങ്കിൽ നാളെ അതിനെല്ലാം സാക്ഷി മൂകാംബിയാണല്ലോ. അമ്മയോട് പറഞ്ഞിട്ടും അടുത്ത ജീവിതത്തിലേക്ക് പോകാം, എന്നെ ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് മൂകാംബിയിൽ നിന്ന് എന്നെ ഓഫർ ചെയ്തു മദ്രാസിലേക്ക് വരാൻ രാജാമണി സാർ. പോണ വഴിക്ക് ഏതായാലും ഗുരുവായൂരപ്പനെ കണ്ടേക്കാം, നമ്മുടെ കുടുംബത്തിൻ്റെ ഭഗവാനല്ലേ. ഗുരുവായൂർ ചെന്ന് കഴിഞ്ഞപ്പോൾ ഗുരുബാബ ആശ്രമത്തിൻ്റെ ഒരു ഫോട്ടോ, ഞാൻ സ്വാമീനെ കണ്ടേക്കാം, അദ്ദേഹം എൻജിനീയർ ആണെന്നൊക്കെയുള്ളൊരു ഇത് കണ്ടു. എവിടെയെങ്കിലും ഒരു താവളം വേണ്ടേ ജീവിക്കാൻ. പോണത് നല്ല 4 ദിവസം പട്ടിണിയായിരുന്നു. നടന്നിട്ടാണ് മള്ളിയൂർക്ക് പോയത്. നടന്നിട്ട് വഴിയിലുള്ള വെള്ളം കുടിച്ച് അങ്ങ് പോയി. മള്ളിയൂർ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ തിരിച്ചറിയാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു. കാരണം എന്ന് വെച്ചാൽ വലിയ ബ്രാഹ്മണ കുടുംബമാണ്. അദ്ദേഹം കണ്ടുപിടിച്ചു, എൻ്റെ ആരൂഢം കണ്ടുപിടിച്ചു. അച്ഛൻ പൂഞ്ഞാറിലാണെന്ന് കണ്ടുപിടിച്ചു. 4 ദിവസം അവിടെ ഇരിക്കാൻ പറഞ്ഞു. അദ്ദേഹം 4 ദിവസം എനിക്ക് അന്നം തന്നു.